നമസ്കാരം. പോസിറ്റീവ് തിങ്സിലേക്ക് സ്വാഗതം. വിശ്വാസങ്ങൾ പലതും നിലനിൽക്കുന്ന സാംസ്കാരിക രാജ്യമാണ് നമ്മുടെ ഇന്ത്യയും. വിവിധ രാജ്യങ്ങളിൽ പല രീതിയിലുള്ള വിശ്വാസങ്ങളും സംസ്കാരങ്ങളും നിലനിൽക്കുന്നു. അതുമായിട്ട് നമുക്ക് യോജിച്ചു പോകാനോ അതൊക്കെ ഓരോരുത്തരുടെ മനസ്സിന്റെ കടുപ്പം പോലെയും അവരുടെ ഓരോ തിങ്സിന്റെ കാര്യം പോലെ ഇരിക്കും. എന്നാൽ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതലായിട്ട് നിൽക്കുന്ന ഒരു ചൊല്ലുണ്ട്. ഒരു കാര്യത്തിന് വേണ്ടി, ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ട്, ഒരു ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട്, ഒരു പുതുതായി തുടങ്ങാൻ പോകുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്, ഏതെങ്കിലും ഒരു ശുഭകാര്യത്തിന് വേണ്ടി നമ്മൾ നേരിട്ട് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ യാത്ര ചെയ്യുന്ന സമയത്ത് പൂച്ച കുറുകെ ചാടിയാൽ, അതായത് പൂച്ച വലതു നിന്ന് ഇടതോട്ട് ചാടിക്കഴിഞ്ഞാൽ അത് നല്ലതാണെന്നും ഇടതു നിന്ന് വലതോട്ട് ചാടിയാൽ അത് അശുഭമാണെന്നും ഉള്ള ഒരു വിശ്വാസം നിലനിൽക്കുന്നുണ്ട്. എന്തായിരുന്നാലും അതുപോലെ തന്നെ പൂച്ച ഏത് ഭാഗത്തു നിന്നാണോ ചീറിപ്പാഞ്ഞു വരുന്നത്, അതായത് പാഞ്ഞു ഓടി വരുന്നത്, ആ ഭാഗത്തോട്ട് പോകാൻ പാടില്ല എന്നും ഒരു വിശ്വാസം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ വലതുവശത്തോട്ടായിരുന്നാലും ഇടതുവശത്തോട്ടായിരുന്നാലും പൂച്ച കുറകെ ചാടിക്കഴിഞ്ഞാൽ അത് നടക്കില്ല, ഇന്നത്തെ ഈ കാര്യം തന്നെ അശുഭമായി മാറിപ്പോകുമെന്നുള്ളൊരു ചിന്ത നിലനിൽക്കുന്നുണ്ട്. 6ാം ഇന്ദ്രിയം ഉണരുന്നതിൽ 1ാം സ്ഥാനത്താണ് പൂച്ച എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. നമ്മൾ വളരെയേറെ ഓമനിച്ച് ലാളിച്ച് നമ്മളോടൊപ്പം വീട്ടിൽ വളർത്തുന്ന ഒരു ജീവിയാണ് പൂച്ച. എന്നാൽ ഈ പൂച്ചയുമായി നിലനിൽക്കുന്ന ഈ അന്ധവിശ്വാസങ്ങളെ നമ്മൾ തള്ളിക്കളയണം. പൂച്ച ഒരു ജീവിയാണ്, അത് ചാടുകയോ ഓടുകയോ ഒക്കെ ചെയ്യും. എന്നാൽ ഇത് ചാടിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു അശുഭമായിട്ടുള്ള സംഭവം ഉണ്ടാവുമെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതില്ല. നമ്മൾ എന്താണ് ആത്മവിശ്വാസത്തോടു കൂടി, ദൃഢനിശ്ചയത്തോടു കൂടിയിട്ട് പോസിറ്റീവായിട്ട് ചിന്തിച്ച് നാം പോകുന്ന കാര്യം നടക്കും എന്നുള്ള വിശ്വാസം നമ്മുടെ മനസ്സിനകത്ത് ആ ചിന്ത ഉണർന്നു കഴിഞ്ഞാൽ, നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും ഒരു പ്രശ്നമായിട്ടോ ഒരു വിശ്വാസമായിട്ടോ എടുക്കേണ്ടതില്ല. നിങ്ങൾ പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക.